കഴിഞ്ഞിടെ ഒരു ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞ അങ്ങനെ എഗ് യോക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. ഇതൊരു കൺഫ്യൂഷനാണ്. യോക്കിനോട് എന്താ എല്ലാവർക്കും ഇത്ര വിരോധം സത്യം പറഞ്ഞാൽ അറിയില്ല. അത് എന്നോ വന്നൊരു സ്റ്റഡിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റഡീസ് മാറിക്കൊണ്ടിരിക്കും. പുതിയ അറിവുകൾ നമുക്ക് വരികയാണല്ലോ, ഒബ്വിയസ്ലി റിസർച്ചസ് മാറും. എപ്പോഴോ ഒരു സ്റ്റഡിയിൽ അങ്ങനെ വന്നതിന് ശേഷം ഒരുപാട് സ്റ്റഡീസ് ഇറങ്ങി യോക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും പണ്ടത്തെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആണ്. ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് 3 yolks per day വരെ കഴിക്കാം. ത്രീ എഗ്സ്, ഹോൾ എഗ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എഗ്ഗ് കഴിക്കുമ്പോൾ നമ്മൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് എഗ്ഗ് കഴിക്കുമ്പോൾ 6 grams പ്രോട്ടീൻ പെർ എഗ്ഗ് പറയും. ഓക്കെ, അതിൽ 3 gram വൈറ്റ് ആണ്, ബാക്കി 3 gram യോക്കിലാണ്. അപ്പൊ അത് ഫുള്ള് കഴിച്ചാലേ നമുക്ക് 6 gram പ്രോട്ടീൻ കിട്ടുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ യോക്കിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമ്മൾ യോക്ക് കഴിക്കാതിരിക്കില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരണില്ലേ. കോളിൻ എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്റ്റൻസ് ഉണ്ട് യോക്കിൽ. ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ബ്ലോക്ക് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ബയോട്ടിന്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ട്. എഗ് യോക്കാണ് ബയോട്ടിന്റെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ്. അപ്പൊ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ടൊരു എഗ്ഗ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് റെഗുലറായിട്ട് ചെറുപ്പം മുതലേ കഴിച്ച് ശീലമുള്ള ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ആ ട്രാക്കിലാണ്, ഹെൽത്തി ട്രാക്കിലാണ്. അപ്പൊ കുട്ടികൾക്കായാലും അഡൽട്സ് ആയാലും യോക്ക് കഴിക്കാം. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഡോക്ടറോടോ ഡയറ്റീഷ്യനോടോ ചോദിച്ചിട്ട് അയാളുടെ ഒരു ദിവസത്തെ ഫുഡിൽ ബാക്കി എത്ര ഓയിൽ അയാൾ ആഡ് ചെയ്യണ്ടെന്ന് നോക്കി